വിഴിഞ്ഞം പുല്ലുവിളയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതെ ജോണിന് വേണ്ടിയുള്ള തിരച്ചിൽ 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. മേഖലയിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടായിട്ടും രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്ന ആക്ഷേപവുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. 18 നോട്ടിക്കൽ മൈൽ ദൂരത്ത് അപകടം നടന്നിട്ടും തിരച്ചിൽ നടന്ന് 4 നോട്ടിക്കൽ മൈലിൽ മാത്രമായിരുന്നു. ഫിഷറീസ് മന്ത്രി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ജോണിന്റെ കുടുംബം ന്യൂസ് 18നോട് പ്രതികരിച്ചു. കഴിഞ്ഞ ജൂലൈ 31-ന് വിഴിഞ്ഞത്ത് വെച്ച് മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായ ജോണിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജോണിന് വേണ്ടിയുള്ള തെരച്ചിൽ. പക്ഷേ ഇപ്പോഴും ജോണിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് മറൈൻ എൻഫോഴ്സ്മെൻറ്റും കോസ്റ്റ് ഗാർഡുമൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ജോൺ എവിടെ എന്നതിന് മാത്രം ഇപ്പോഴും കൃത്യമായൊരു ഉത്തരമില്ല. ഇപ്പോൾ ഈ കുടുംബാംഗങ്ങൾ തന്നെ ജോണിൻ്റെ 3 മക്കൾ എന്നോടൊപ്പം ചേരുന്നു. ജിനു, ജിജിൻ, ജിത്തു. 7 ദിവസം കഴിഞ്ഞു, 8ാം ദിവസത്തിലേക്ക് കടന്നു. എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവസാനമായിട്ട് പറയുന്നൊരു കാര്യം? നമ്മൾ തെരച്ചിലിന് വേണ്ടിയിട്ട് ഒരു 2 ദിവസം മുമ്പ് ഫിഷറീസിലോട്ട് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിപ്ലൈ ആ സമയത്ത് തന്നില്ല. അതിനുശേഷം ഇപ്പം നമ്മൾ ഇന്ന് കളക്ട്രേറ്റിനെ ബന്ധപ്പെട്ടിട്ടുണ്ടപ്പോഴത്തേക്കും പിന്നെ കോസ്റ്റ് ഗാർഡ് 2 ദിവസം മുമ്പ് പറഞ്ഞതും നമ്മൾ അഷ്യൂറിറ്റി തന്നിട്ടാണ് വിട്ടത്. പക്ഷെ നമുക്ക് ആ ഏരിയൽ സെർച്ചൊക്കെ നടന്നത് തന്നെ ഒരു 1.5 hours മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. അതും ഇത്ര ദൂരത്തെ കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് ആ 1.5 hour മാത്രമാണ് എയർലൈൻ്റെ ടൈം അവർക്ക് അവിടെ ഉണ്ടായിരുന്നത്. അവരവിടെ നാഗർകോവിൽ സഹിതം അവർ അത് ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ അത്രയും സ്പീഡിലാണ് അവരവിടെ പോയതും തിരിച്ചു പോയതും. 1.5 മണിക്കൂർ മണിക്കൂറേ ആ ഏരിയൽ സെർച്ച് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എയർക്രാഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രാക്ക് ചെയ്തിട്ട് ഈ ഡീറ്റെയിൽസ് അവർക്ക് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അത്രയും അങ്ങനെ സാധാരണ ചെയ്യുന്നുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് റിപ്ലൈ തന്നത്. മാത്രമല്ല നമുക്കത് എഫിഷ്യൻ്റ് ആണെന്ന് തോന്നിയില്ല. ഇതല്ല ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ. അപ്പം ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോഴാണ് നമ്മളത് ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജീസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഇതുവരെയും ഒരു ഓഷനിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അതിനെ ഹെൽപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊസീജിയർ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടോ അച്ഛനോ? കടലിൽ പോകുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഇങ്ങനെ പെട്ടിട്ടുണ്ടാകും. പപ്പ ഇതിനു മുമ്പ് 2 times ഇതുപോലെ പെട്ടിട്ടുണ്ട്. അപ്പം പപ്പ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും പപ്പ തിരിച്ചു വരും. അപ്പോൾ വരുന്നവരെ വെയിറ്റിംഗ് ആണ്. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരോട് ഇത്രയും നമ്മൾ ഹെൽപ്പ് ആവശ്യപ്പെടുന്നത്, ഇവരോട് ഇത്രയും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പം PhD ചെയ്യാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള, കാരണം നിങ്ങൾ നേവിയുടെ അടക്കം സഹായം തേടിയിരുന്നു അല്ലേ? നേവിയുടെ അടക്കം നമുക്ക് ഇവിടെ ഒരു ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ പുഷ്പ വിൻസെന്റ്, അദ്ദേഹം ഞങ്ങളെ ഒരുപാട് ഞങ്ങൾ അവിടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ പോയി ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വരെയും അവരോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ചോദിക്കണം. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ അപ്ഡേറ്റും അദ്ദേഹം നമ്മുടെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതേ ആൾ തന്നെ ഒരു വിൻസെന്റ് MLA, അയാൾ ഞങ്ങളോട് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പപ്പയുടെ കൂടെ തിരിച്ചു വന്നവർ പപ്പയെ തേടി സെർച്ചിന് വേണ്ടിയിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ അവരവരുടെ ലൈഫ് പോലും ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് ആൻസൈറ്റിയിൽ നിന്ന് അവർ പുറത്തു വന്നിട്ടുണ്ടാകത്തില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ അവർ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് വീണ്ടും അവർ സ്വന്തം കാശിൽ പോവുകയാണ്, ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ, ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ. പക്ഷെ അങ്ങനെ പോയവർ എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ഈ MLA വിൻസെന്റ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പൊളിറ്റിക്കൽ വർക്ക് എന്ന് പറയുന്നത് കണ്ട കല്യാണ വീടുകളോ അല്ലെങ്കിൽ മരണ വീടുകളോ കയറി ഇറങ്ങുന്നത് മാത്രമല്ല, ഒരാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ആ പൊളിറ്റിക്കൽ വർക്ക്. അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഇത്രയും കാലം ഭരിച്ചു എന്നുള്ളത് തന്നെ വളരെ ഒരു സങ്കടകരമായ കാര്യമാണ്. പിന്നെ ഇന്നലെ നമുക്കൊരു നമ്മുടെ എക്സ് മിനിസ്റ്റർ ശിവൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് നമ്മളോട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഞങ്ങൾക്ക് കളക്ടറിൻ്റെ നമ്പർ തരുകയും ഇന്ന് കളക്ടറിനെ നേരിട്ട് കാണാനും ഇടയായത്. പിന്നെ ഇന്ന് കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ വശത്തു നിന്ന്, ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വശത്തു നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതുവരെ നമ്മളെ കോൺടാക്റ്റ് പോലും ചെയ്യാത്ത ഒരു ഫിഷറീസ് മിനിസ്റ്റർ ഉള്ള കാലഘട്ടത്താണ് നമ്മൾ താമസിക്കുന്നതെന്ന് ഓർക്കുമ്പോഴും അതും ഭയങ്കര ഒരു സാഡായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഇതുവരെ നമ്മളെ കോൺടാക്റ്റ് പോലും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നിഴൽ പോലും ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹത്തിന് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളതെന്നുള്ള ഒരു ചോദ്യം കൂടെയുണ്ട്.
ഇപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക്, കാരണം മത്സ്യത്തൊഴിലാളികൾ ഈ കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയത്തും മത്സ്യബന്ധനത്തിന് പോകുന്നവരാണ്. അപ്പോൾ അപകടങ്ങളും സ്വാഭാവികമായ സമയങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഇവിടെ ഒരു ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ വീഴ്ച എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്ന ഈ കൃത്യമായി ഇത്തരം അപകടങ്ങളുണ്ടായാൽ അവരെ ഇപ്പം അതേ ദിവസം തന്നെയാണ് മുതലപ്പുഴയിലും അപകടമുണ്ടായി. അവിടെയും 2 പേർക്ക് ഇതിൽ ഒരാളെ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയും ഇത് തന്നെയാണ് പ്രശ്നം. അവിടെ ഒരു രക്ഷാപ്രവർത്തനമല്ല, തെരച്ചിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കളക്റ്റീവായ ഇടപെടലല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ളത്? അതെ, കാരണം പപ്പ പോയിരിക്കുന്നത് തന്നെ 18 to 20 നോട്ടിക്കൽ മൈൽ ആ റേഞ്ചിലാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ പോലും വരുന്നതല്ല, അത് സെൻട്രൽ ഗവൺമെന്റ്. അപ്പം ഇവരൊരു റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇവർ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും രണ്ടും കൂടെ സംയോജിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ അത് നടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെയാണ് MSCയുടെ കപ്പൽ മറിഞ്ഞപ്പോഴത്തേക്കും 14-15 മിനിറ്റിനുള്ളിൽ ഇതേ കടലിൽ, കേരളത്തിലെ കടലിൽ തന്നെയാണ് ഇതേ സംഭവം നടന്നത്. അന്ന് ഇവരെല്ലാവരും ഉണ്ടായിരുന്നില്ലേ? അന്ന് നേവിയും എയർഫോഴ്സും എല്ലാം അപ്പം തന്നെ വന്നില്ലേ? അപ്പം ഓരോരുത്തരെയും ഇങ്ങനെ ജനറലൈസ് ചെയ്യുന്ന എന്തിനാണ്? ഈ ജനറലൈസേഷൻ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു അവജ്ഞയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ കേരളം ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസ് GST ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, സ്റ്റേറ്റ് GSDP ആവട്ടെ, എന്ത് തന്നെ ആയാലും മറൈൻ സെക്ടർ ഒരു വലിയ വിഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ടാക്സും കൂടെയാണ് നിങ്ങളുടെ സാലറി. പക്ഷെ അതിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്? ഇതുവരെയും ഒരു SOP പോലും അവരെ രക്ഷിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഒരു തീരദേശ പ്രദേശം മുഴുവൻ ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയുടെ ISROയുടെ ഇന്ത്യൻ സ്പേസ് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്നിവിടെ നിലനിൽക്കുന്നത്. പക്ഷേ ആ ടെക്നോളജി എന്ത് തിരിച്ച് കോസ്റ്റൽ സെക്ടറിന് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യനിങ് ഞങ്ങൾക്കുണ്ട്. ഒരു പ്രോപ്പറായിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വെതർ സിസ്റ്റം പോലും, വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഞങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ തരുന്ന വെതർ ഫോർകാസ്റ്റിംഗ് അത് ഇന്ന് കളക്ടർ തന്നെ സമ്മതിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ അത് പ്രോപ്പർ അല്ല എന്നുള്ളത്, അത് ആക്യുറേറ്റ് അല്ല എന്നുള്ളത്. ഇതൊരു വീഴ്ചയല്ലേ? ഇതിന് ആരാണ് റെസ്പോൺസിബിലിറ്റി? ഇതിന് അക്കൗണ്ടബിലിറ്റി എടുക്കുന്നത് ആരാണെന്ന് പ്രോപ്പറായിട്ട് ഞങ്ങൾ അറിയണം. വൈകാരികമാണ് വാക്കുകൾ 3 മക്കളുടെയും. ഞാൻ മറ്റുള്ളവരിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കോ പ്രത്യാരോപണങ്ങൾക്കോ ഒക്കെ അപ്പുറത്തേക്ക് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു രക്ഷാദൗത്യ സംഘത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം അത് വിഴിഞ്ഞത്തും മുതലപ്പുഴയിലുമൊക്കെ അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ്. കാരണം ഈ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളെ അതിജീവിക്കാൻ അത് മാത്രമാണ് ഏക പോംവഴിയും. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തീർച്ചയായും വലിയ ദുഃഖത്തിലൂടെ തന്നെയാണ് ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം അച്ഛനെ കാണാതായിട്ട് 8 ദിവസമായി ആ 3 മക്കൾ അച്ഛൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് തുടരുന്നത്. ആ മകൾ പറഞ്ഞതുപോലെ ഇതിനു മുൻപും 2 വട്ടം ഇദ്ദേഹം അപകടത്തിൽ പെട്ടിട്ടുണ്ട്, അപ്പോഴൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ വട്ടവും അച്ഛൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.